കർത്താവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്താ കാര്യം എന്നറിയാമോ? നമുക്ക് നന്ദിയോ സോരെ കിട്ടത്തില്ല. അവനെ പോയി ഉടനെ ചെയ്ത് നീ പോയി എന്ത് ചെയ്യണം? ഭക്ഷണം പാകം ചെയ്യാൻ പറയും. പിന്നെ എന്ത് ചെയ്യും? പോയി കുളിക്കാൻ പറയും. അപ്പോൾ 9 മണിയാവും. പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയും. അതേ കഴിച്ച് കഴിയുമ്പോൾ 9:30 കഴിയും. എന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്നല്ലേ പറയുക. അപ്പോൾ 6 തൊട്ട് രാത്രി 9 മണി വരെ 18 മണിക്കൂർ വർക്ക്. ഇപ്പോൾ ഓവർലോഡ് ആകുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹിച്ച് വളരുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീ. പക്ഷെ നീ ദൈവത്തെ സ്നേഹിക്കുന്നതും നീ കർത്താവിൻ്റെ വേണ്ടി ജീവിക്കുന്നതും നിൻ്റെ അനുഭവം തമ്മിൽ ടാലി ആകുന്നില്ലെങ്കിൽ ഓർക്കേണ്ട ഒറ്റ കാര്യം എന്താണ്? നന്ദി അർഹിക്കാത്ത വിധം, നന്ദി പറയാത്ത വിധം, നന്ദി പറയപ്പെടാത്ത വിധം, സ്നേഹം അനുഭവിക്കാത്ത വിധം നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നു. ഞാൻ ഏതായാലും അങ്ങനെ എടുക്കണത്. എനിക്കതുകൊണ്ട് കർത്താവിൻ്റെ ഇൻറ്റിമസി വളരാൻ പറ്റുന്നുണ്ട്. കാര്യം കർത്താവ് സത്യമാണ്. എപ്പോഴെങ്കിലും ആയിട്ട് ഇത് റീഫണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.